ആധുനിക സമൂഹത്തിന്റെ അനുയോജ്യമായ ഒരു ധാർമ്മികത, ഒരു ധാർമ്മികമായ മൂല്യം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നതാണ് നമ്മളെ പോലുള്ള ആളുകളെ പ്രവർത്തന സജ്ജരാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ആധുനിക സമൂഹമാണെന്ന് നമ്മൾ പറയുന്നു, നമ്മൾ കൂടുതൽ സൗകര്യമുള്ള വീട്ടിൽ താമസിക്കുന്നു, നമ്മൾ കൂടുതൽ സൗകര്യമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഏറ്റവും സൗകര്യമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു, സാമ്പത്തിക വിനിമയങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷേ നമ്മുടെ സാംസ്കാരികമായ ധർമ്മ സംഹിത, നമ്മുടെ ധാർമ്മിക മൂല്യം അത് ആധുനികമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത് നാം കൂടുതൽ കൂടുതൽ ആധുനികമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വെർച്വൽ മോഡേണിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു പ്രതീകാത്മക ആധുനികതയ്ക്ക് അകത്ത് നാം ജീവിക്കുകയും എന്നാൽ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ധാർമ്മികത, അതിന്റെ മൂല്യബോധം പലപ്പോഴും വളരെ പിന്തിരിപ്പനും പഴഞ്ചനുമായി ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ദൈനംദിനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ദൈനംദിനത്തിൽ നമ്മളൊരു ഉഭയജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നമ്മള് ലുലുമാളിൽ പോകുന്നവരാണ്, മാർക്കറ്റിൽ പോകുന്നവരാണ്, ഏറ്റവും വില കൂടിയ സാധനങ്ങൾ ഒക്കെ വാങ്ങി ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷത്താൽ, ഇത്രയും ഒരു ന്യൂനപക്ഷത്താൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിന്റെ സാംസ്കാരികമായ മേൽക്കോയ്മ ഇപ്പോഴത്തെ ഈ പറയുന്ന മധ്യവർഗത്തിനാണ്. എന്നാൽ ആ മധ്യവർഗം അനുദിനം ജീവിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? സാംസ്കാരികമായി, ധാർമ്മികമായി അവർ ഒരു കാലത്ത് ഉയർത്തിപ്പിടിച്ചിരുന്ന പുരോഗമന മൂല്യങ്ങളും ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളും അവർക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. പരിഷത്തിനെ നയിച്ചവരും പരിഷത്തിന്റെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അധ്യാപകരാണ്, അല്ലെങ്കിൽ ജീവനക്കാരാണ് എന്നൊക്കെ പറയുന്ന ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് നമ്മളുടെ കൂടെ വരുന്ന ആളുകൾ. ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് അവരുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഇരിക്കാൻ എല്ലാ വഴിയുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് സംസ്കാരം ഭുജിക്കാനുള്ള പെട്ടികളുണ്ട്. എത്രയോ ചതുരങ്ങൾ നമ്മുടെ മുന്നിൽ, സംസ്കാരം കൊണ്ടുവന്ന ചതുരങ്ങൾ ധാരാളമുണ്ട്. അതിന്റെ മുന്നിൽ ഇരുന്നാൽ മതി. അപ്പൊ അതാണ് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ട് നാം ഇപ്പോ നമ്മുടെ മിക്കവാറും മനുഷ്യർ കരുതുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, മധ്യവർഗം എന്ന് പറയുന്നതിന് വലിയ ഒരു സാംസ്കാരികമായ പ്രാധാന്യം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.